ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സംസാരിക്കുന്ന കൂട്ടത്തില് അമ്മയോട് അഭിപ്രായം ചോദിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ തമ്മിൽ ചോദിച്ചാൽ മതി. അമ്മ അറിഞ്ഞാൽ ചിലപ്പോൾ എതിർക്കും. അമ്മയ്ക്ക് ചില നിലപാടൊക്കെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചിലരുണ്ട്. അല്ലാത്തവരോടൊക്കെ അമ്മയ്ക്ക് ദേഷ്യമല്ലേ? അങ്ങനെ രഹസ്യം വരാൻ പാടില്ലാത്തതാ. അച്ഛൻ വരുമ്പോ മനസ്സിൽ തോന്നിയ വിഷമം അമ്മ ഇങ്ങ് തുറന്നു പറഞ്ഞാൽ മതി. അച്ഛൻ അതിന് പരിഹാരം കണ്ടോളും. ഇല്ല മോളെ, മനസ്സിൽ ചില തോന്നലുകൾ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും അങ്ങ് പോവില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ പേടിച്ച പല കാര്യങ്ങളും പിന്നീട് സത്യമായി എന്റെ മുൻപിൽ വന്നിട്ടുണ്ട്. അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ കുറച്ചു കഴിഞ്ഞ് അച്ഛൻ വരുമ്പോ അമ്മയ്ക്ക് വേദനിക്കേണ്ടി വരും കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അച്ഛൻ അമ്മയോടുള്ള സ്നേഹം എനിക്കറിയാം. നമ്മളെ കാണാതായി 8 വർഷം ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞ മനുഷ്യനാ. ശരി, അച്ഛൻ വരട്ടെ. ഞാൻ ചോദിക്കാൻ മറന്നാലും നീ ചോദിക്കണം കേട്ടോ. കുറെ നാളുകൾക്ക് ശേഷം പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഞെട്ടിച്ചുകൊണ്ടൊരു വരവ്. വെറൊരു ഞെട്ടലല്ല, ശ്വാസം തന്നെ നിലച്ചു പോകുന്നൊരു ഞെട്ടൽ. അതാണ് അച്ഛൻ ഉണ്ടാക്കിയത്. ഞാൻ മറ്റുള്ളവർക്ക് മുമ്പിൽ ജയാറാണ്, നമ്മുടെ അമ്മയ്ക്ക് മുന്നിൽ പോലും. പക്ഷെ എല്ലാരും കൂടി എന്നെ ചവിട്ടി പുറത്താക്കി. ഞാൻ നാട് വിട്ട് പോകും മുമ്പ് ഒന്ന് കണ്ട് യാത്ര പറയാൻ വന്നത് ആരുടെ അടുത്തേക്കാ? നിന്റെ അടുത്തേക്ക്. അത് ഏട്ടന് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. ഏട്ടാ, ഏട്ടനെ ആർക്കും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല മോളെ. അത് സാരമില്ല. എന്താ മനുവിന്റെ പ്രശ്നം? അവൻ എന്താ പറയുന്നത്? നീ കാര്യം എന്താണെന്ന് പറ മോളെ. ഞാൻ അന്വേഷിച്ചായിരുന്നു. അല്പം കുഴപ്പമാണെന്നൊക്കെ അറിഞ്ഞത്. മനു തെറ്റൊന്നും ചെയ്തിട്ടില്ല. കൂടെ നിൽക്കുന്ന ഓഫീസർമാര് ചതിച്ചതാ. മനുവിന് നല്ല ടെൻഷനും ഉണ്ട്. മോളെ, ഉദ്യോഗസ്ഥർ ഒരാളെ കൊടുക്കണമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ പിടിച്ചേക്കാൻ പറ്റില്ല. എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. അവൻ എന്താ പറഞ്ഞത്? മനുവിന്റെ ജോലിക്ക് പ്രശ്നമൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ ഇക്കാര്യം തെളിയണം, അല്ലെങ്കിൽ ക്രമക്കേട് തോന്നുന്ന തുക അവിടെ കെട്ടിവെക്കണം. അതാ സൊല്യൂഷനായിട്ട് പറഞ്ഞത്. ഞാൻ മനുവിനെ കണ്ടെത്തി വീണ്ടും നിന്റെ മുന്നിൽ കൊണ്ടുവന്നത്. ഞാൻ മുൻകൈ എടുത്ത് നിങ്ങളുടെ വിവാഹം നടത്തിയത്. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതെല്ലാം പോട്ടെ, ബാധ്യത അടച്ചു തീർക്കാൻ എത്ര പണമാണ് വേണ്ടതെന്ന് നീ മനുവിനോട് ചോദിക്കേ. അത് ഞാൻ തരാം.
അയ്യോ ഏട്ടാ, അതൊന്നും വേണ്ട. മോളെ നിനക്ക് വേണ്ടിയല്ല ഏട്ടൻ മനസ്സറിഞ്ഞു തരുന്നതാ. എന്നാലും അതൊന്നും മനുവിന് ഇഷ്ടാവില്ല. ജ്യോതി, കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നേരിടാൻ നീ അവനോട് പറയണം. അഭിമാനബോധം പറഞ്ഞുകൊണ്ടിരുന്നാലേ സമൂഹത്തിൽ അവൻ അപമാനിക്കപ്പെടും. സബ് കളക്ടർ എന്ന പദവിയിലിരിക്കെ കള്ളൻ എന്ന പദം ചാർത്തി കിട്ടിയാലുണ്ടല്ലോ, അത് ആഘോഷിക്കാൻ ഇവിടെ കുറെ പേരുണ്ടാവും. പിന്നെ പുറത്തിറങ്ങാൻ പോലും പറ്റാതെ മുറി അടച്ച് അതിനകത്ത് ഇരിക്കേണ്ടി വരും. ആ, അതാ നല്ലത്. മോളെ, ഞാൻ തരുന്ന പണം ഒരു ബാധ്യതയായിട്ടൊന്നും നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ നന്മയ്ക്കായി ഏട്ടൻ തരുന്ന പോലെ കരുതിയാൽ മതി. നീ ഒരു കാര്യം ചെയ്യ്, അവനോടൊന്ന് സംസാരിക്കേ. സംസാരിക്കുന്ന കൂട്ടത്തില് അമ്മയോട് അഭിപ്രായം ചോദിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ തമ്മിൽ ചോദിച്ചാൽ മതി. അമ്മ അറിഞ്ഞാൽ ചിലപ്പോൾ എതിർക്കും. അമ്മയ്ക്ക് ചില നിലപാടൊക്കെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചിലരുണ്ട്, അല്ലാത്തവരോടൊക്കെ അമ്മയ്ക്ക് ദേഷ്യമല്ലേ. ആ, നീ എന്തായാലും ആലോചിച്ചിട്ട് എന്നോട് പറ കേട്ടോ. ഏട്ടാ, ഏട്ടന് സുഖമല്ലേ? സുഖാണ് മോളെ. അങ്ങനെ ചോദിക്കാൻ നീയെങ്കിലും ഉണ്ടല്ലോ. പോട്ടെ. അമ്മേ, അമ്മേ. എന്താ? അച്ഛൻ വന്നെന്ന് തോന്നുന്നു.